ഹായ് ഫ്രണ്ട്സ്, ലെറ്റ്സ് ക്രൈ കേരള PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ 10th ലെവൽ പ്രിലിംസിൻ്റെ റിസൾട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് 10th ലെവൽ പ്രിലിംസിൻ്റെ റിസൾട്ട് ഡിസംബർ മാസത്തിൽ തന്നെ വരുമെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ഉഴപ്പി കാര്യമായിട്ടൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ കുറച്ചൊക്കെ പഠിച്ച് അങ്ങനെ നടന്നവരെല്ലാവരും തിരിച്ച് കാര്യമായിട്ട് തന്നെ പഠിക്കാൻ തുടങ്ങുക. കാരണം ഡിസംബർ മാസം എന്ന് പറയുമ്പം ഡിസംബർ ആയി, അപ്പം കാര്യമായിട്ട് തന്നെ ഇനി സമയമൊന്നും കളയാതെ പഠിച്ചു തുടങ്ങുക. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ തന്നെ മെയിൻസ് എക്സാം നടക്കാനാണ് സാധ്യത. അപ്പം സമയം വളരെ കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. നമ്മളും 10th ലെവൽ മെയിൻസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഡിസംബർ 1 മുതൽ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യത്തെ 2 ദിവസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇത് കഴിഞ്ഞ LDC എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ പാറ്റേൺ മാറിയില്ലേ, എല്ലാവരും അറിഞ്ഞിട്ടില്ലേ? അങ്ങനെ പുത്തൻ പാറ്റേണിലുള്ള കുറേ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് കുറേ ക്വസ്റ്റ്യൻസ് നമുക്കറിയാൻ മേലാത്തതായിരിക്കും. അപ്പോൾ അതങ്ങ് കാര്യമാക്കണ്ട, കാരണം നമ്മൾ പഠിച്ചു തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ടുള്ളത് കാണും. അതായത് ഒറ്റ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണും. നമുക്ക് നോക്കുമ്പോൾ തന്നെ പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പം തന്നെ അങ്ങ് പഠിച്ചു പോവുക. പിന്നെ ഈ ന്യൂ പാറ്റേണിലുള്ള കുറേ ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ 1, 2 ശരി 3, 4 അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ അറിയാൻ വയ്യാത്ത അങ്ങ് വിട്ടേരെ. കാരണം അത് നമ്മൾ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചാലേ നമുക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങ് പഠിച്ചു പോവുക. അല്ലാത്തതങ്ങ് തൽക്കാലം വിട്ടേക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എക്സാമൊക്കെ ഇപ്പോൾ എന്തിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഏതൊക്കെ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നൊക്കെ ധാരണയില്ലാത്ത ഒരുപാട് ആളുകൾ കാണുമല്ലോ. അപ്പം അവർക്ക് എങ്ങനെയാണ് പുത്തൻ പാറ്റേൺ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ട് തുടങ്ങുന്നത്. അപ്പം നമുക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തന്നെ അങ്ങ് മനസ്സിലാക്കാൻ പറ്റും ഒരു കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഏകദേശം സിലബസൊക്കെ ഒന്ന് കവർ ആയി കഴിയുമ്പം അത് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ഒന്നും കൂടി നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു 90% ക്വസ്റ്റ്യനും ഇതിൻ്റെ അകത്തെ അറിയാവുന്നതായിരിക്കും. കാരണം നമ്മൾ സിലബസൊക്കെ വെച്ച് പഠിച്ചു കഴിയുമ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കവറാകുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ടും നമുക്കൊരു 90% കിട്ടുള്ളൂ. ഒരു 10% പിന്നെ അറിയാൻ വയ്യാത്തത് കാണും. കറക്റ്റ് പോർഷൻ എടുത്ത് അപ്പോൾ ലാസ്റ്റ് അങ്ങ് പഠിച്ച് വിട്ടാൽ തീരാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് സിലബസിനെ കുറിച്ചാണ്. കഴിഞ്ഞ 10th ലെവൽ മെയിൻസിൻ്റെ സിലബസ് തന്നെയായിരിക്കും ഇത്തവണത്തെ സിലബസ്. അതുകൊണ്ട് നമുക്ക് ആ സിലബസ് വെച്ച് തന്നെ പഠിച്ചു തുടങ്ങാം. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് അതിന് വ്യത്യാസങ്ങൾ കാണും. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് അതിൻ്റെ സിലബസ് വന്നു കഴിയുമ്പോൾ നമുക്ക് അതും എടുത്തു തരാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തവണത്തെ LD ക്ലർക്കിൻ്റെ സിലബസാണിത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന പൊതുവിജ്ഞാനത്തിൽ ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കല, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, പിന്നെ ഇത്രയാണ് പൊതുവിജ്ഞാനത്തിൽ വരുന്നത്. പിന്നെ അടുത്തത് ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫെയർസ്, അതിന് 20 മാർക്കാണുള്ളത്. പിന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പിന്നെ പ്രാദേശിക ഭാഷകൾ മലയാളം, കന്നഡ, തമിഴ് 10 മാർക്ക്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ LD ക്ലർക്കിൻ്റെ അകത്ത് സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ഡിവിഷൻ വന്നത്. ഇനിയിപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് വരുമ്പം ഇതിൻ്റെ അകത്തെ മാർക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെഷ്യൽ ടോപ്പിക്കിന് കുറച്ച് മാർക്ക് വേറെ ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഈ സിലബസ് വെച്ച് തന്നെ അങ്ങ് പഠിച്ചു തുടങ്ങാം. സ്പെഷ്യൽ ടോപ്പിക്സ് വരുമ്പം അത് കവർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ.
അപ്പം ഈ സിലബസിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചരിത്രമാണ്. അപ്പോൾ ഇനി ചരിത്രത്തിൻ്റെ അകത്ത് എന്തെല്ലാം വരുന്നുണ്ട്, അതിൻ്റെ അകത്തെ സിലബസ് എന്താണ്, അതൊക്കെ നമുക്ക് ചരിത്രം എടുത്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ളതും അതിൻ്റെ അകത്തെ ഓരോ പോയിൻ്റ് നമ്മളെടുത്ത് നമ്മൾ ക്ലാസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഭൂമിശാസ്ത്രവും ഇന്ത്യൻ ഭരണഘടനയും അത് ആ ക്ലാസ് എടുക്കുമ്പം നമുക്ക് ആ സിലബസ് ഡിസ്കസ് ചെയ്ത് ക്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലതല്ല. അത് ചുമ്മാ നമ്മൾ വായിച്ച് വിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളത് തുടങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ഡിസംബർ 1 തൊട്ടിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. ആദ്യത്തെ 2-3 ക്ലാസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തീരുന്ന അന്ന് പറയാം നമ്മൾ പിറ്റേ ദിവസം ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ തലേ ദിവസം സബ്ജക്റ്റ് പറയും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിലൊരു മെയിൻസിൻ്റെ ഒരു റാങ്ക് ഫയൽ ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ പിറ്റേ ദിവസം ക്ലാസ് ഇടുന്ന ആ ഒരു സമയം വരെ നമ്മൾ ആ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ ആ റാങ്ക് ഫയൽ വെച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് നമ്മുടെ ക്ലാസ്സും കേൾക്കുക. എന്നിട്ട് ആ നമ്മുടെ ക്ലാസ്സും ആ റാങ്ക് ഫയലും കൂടി വെച്ചിട്ട് ആ ടോപ്പിക്ക് അന്ന് തന്നെ അങ്ങ് പഠിച്ച് തീർക്കുക. അപ്പോൾ നമുക്ക് ആ ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് അങ്ങ് തീർത്ത് പോകാം. പിന്നെ കുറച്ചെത്തുമ്പോൾ റിവിഷനൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസംബർ 1 തൊട്ട് ക്ലാസ് തുടങ്ങുകയാണ്. പിന്നെ അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 10th മെയിൻസ് കിട്ടണം എന്നുള്ളവർ മുടങ്ങാതെ നമ്മുടെ ക്ലാസ്സുകൾ കാണുക. അപ്പം നമ്മളിടുന്ന ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതുവരെ അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഡിസംബർ 1 തൊട്ട് നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പം 10th മെയിൻസ് കിട്ടണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ കൂടെ ഒരുമിച്ച് പോവുക. ഓക്കെ, താങ്ക് യു.